ഹെല താഴ്വര അവിടെ വീശിയ കാറ്റിന് പോലും അന്ന് മരണത്തിന്റെ മണമായിരുന്നു. ഇസ്രായേൽ സൈന്യം മുഴുവൻ കൂടാരങ്ങളിൽ പേടിച്ച് ഒളിച്ചിരുന്ന സമയം. കാരണം എതിർവശത്ത് നിന്നത് ഒരു മനുഷ്യനായിരുന്നില്ല, 9.5 അടി ഉയരമുള്ള ഒരു മാംസപർവ്വതം, ഗോലിയാത്ത്. അവന്റെ ശരീരത്തിലെ ചെമ്പു കവചത്തിന് മാത്രം 5000 ഷേക്കൽ തൂക്കമുണ്ടായിരുന്നു. അവന്റെ കയ്യിലെ കുന്തം ഒരു വലിയ മരത്തടി പോലെ തോന്നിപ്പിച്ചു. 40 പകലും 40 രാവും അവൻ അലറി വിളിച്ചു, നിങ്ങളിൽ ധൈര്യമുള്ള ഒരൊറ്റ ആണുണ്ടെങ്കിൽ എന്റെ നേരെ വാടാ. രാജാവ് പോലും ഭയന്നു വിറച്ചപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ മുന്നോട്ട് വന്നു. യുദ്ധപരിചയമില്ലാത്ത ചോരത്തിളപ്പുള്ള ഒരു ആട്ടിടയൻ ദാവീദ്. രാജാവ് നൽകിയ ഭാരമേറിയ പടച്ചട്ട അവൻ ഊരിയെറിഞ്ഞു. എനിക്ക് ഇരുമ്പ് വേണ്ട, എന്റെ കൂടെ എന്റെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് അവൻ അരുവിയിൽ നിന്ന് മിനുസമുള്ള 5 കല്ലുകൾ പെറുക്കിയെടുത്തു. അവനെ കണ്ട് ഗോലിയാത്ത് പുച്ഛിച്ചു ചിരിച്ചു. നീ പട്ടിയെ തല്ലാനാണോടാ വടിയുമായി എന്റെ അടുത്തേക്ക് വരുന്നത്? പക്ഷേ ദാവീദിന്റെ മറുപടി ചരിത്രമായിരുന്നു. നീ വാളും കുന്തവുമായി വരുന്നു, ഞാനോ നീ നിന്ദിച്ച സൈന്യങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. കവിണ കറങ്ങി കാറ്റ് കീറിപ്പാഞ്ഞ ഒരൊറ്റ കല്ല്. അത് ലക്ഷ്യം തെറ്റിയില്ല, ഗോലിയാത്തിന്റെ നെറ്റിയിൽ തന്നെ അത് തുളച്ചു കയറി. ഒരു വലിയ കെട്ടിടം തകരുന്നത് പോലെ ആ ഭീമൻ മണ്ണിലേക്ക് വീണു. അവന്റെ തന്നെ വാളുകൊണ്ട് അവന്റെ തലയറുത്ത് ദാവീദ് വിജയമുറപ്പിച്ചു. കഥകൾ തുടരും.